അതുപോലെ ഗൈസ്, ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിന് ശേഷം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നത്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ മാറിപ്പോയതായിരുന്നു. അത് എനിക്കൊരു അബദ്ധത്തിൽ പറ്റിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഒന്ന് ചെക്കൗട്ട് ചെയ്തതാണ്. പക്ഷേ ചെക്കൗട്ട് ചെയ്തപ്പോൾ കറക്റ്റ് തന്നെയായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചെന്നറിയില്ല. ഞാൻ ചെക്ക് ചെയ്ത് തെറ്റിപ്പോയതാണോ അതോ വേറെ എന്തെങ്കിലും ആണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ആ കറക്റ്റ് വീഡിയോ ഇതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ വീഡിയോ പ്ലേ ആവുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി എല്ലാവരോടും സോറി പറയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് ആ വീഡിയോ കാണും. പോയിട്ട് കഴിഞ്ഞ വീഡിയോയിലുള്ള ഉണ്ടായിരുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല, കുറേ കാര്യങ്ങൾ കുറവുണ്ടാവും. ഒക്കെ ശരിയാക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ ലെക്സ്പ്ലോയുടെ 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കുറച്ച് പണിയിലായിരുന്നു കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയിട്ടത് ഇവിടെയൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഇവിടെ ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും ആട്ടെ, ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. ഇവിടെ പാത്രം റെഡിയാക്കിയിട്ടുണ്ട്. അവിടേക്ക് പോകാനുള്ള ചെറിയൊരു ബ്രിഡ്ജ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച്. പിന്നെ നമ്മൾ പോർട്ടൽ ഉണ്ടാക്കിയിട്ടാ. ആ പോർട്ടലിനൊക്കെ വേറൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇവിടെ വരെ ഞാൻ പാത്രം റെഡിയാക്കിയുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നെതറിൻ്റെ തീമിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നെതറേക്കും ഇതൊക്കെ കൊണ്ടുവന്നിട്ട്. അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് പോർട്ടൽ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണം. അയൺ ഫാം ഉണ്ടാക്കാൻ ഞാൻ ഒരു മിനിറ്റ് അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഫുഡ് എന്ത് പറഞ്ഞു വേറെ സംഭവം കാണിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിൻ്റെ ഞാൻ എന്താ ഇവനുണ്ടാക്കി. അവനാകുമ്പോൾ സാധനങ്ങൾ സോർട്ട് ചെയ്യാൻ സുഖമായി. ഇപ്പോൾ ഇതൊക്കെ ഇവനോട് സോർട്ട് ചെയ്തത് കണ്ടാ ഒക്കെ ശരിയാക്കും. പിന്നെ ഇവിടെ ഞാൻ അങ്ങനെ ആക്കിയിട്ട് ഇവിടെയാണ് ഞങ്ങൾക്ക് എടുക്കുന്ന സ്ഥലം. മേലെ ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ എപ്പിസോഡിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ഇവിടെ ചെറിയ സ്മെൽറ്റിങ്ങിൻ്റെ ഏരിയ. ഇവിടെയാണ് നമ്മൾ സ്മെൽറ്റ് ചെയ്യാനുള്ള ഫ്യൂവൽ കൊണ്ടു നിൽക്കുക. ഒന്നും വെച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ഇതാണ് കഴിയാനായ ഫാമുള്ളൂ. നമുക്ക് വലിയ അയൺ ഫാം ഉണ്ടാക്കുമ്പോൾ മിനിമം 2 വില്ലേജറിനെ ഇങ്ങനെ കൊണ്ടുവരണോ. അയ്യോ, ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നില്ലേ, ഞാൻ അടുത്തത് ഓർത്തില്ല. അപ്പോൾ ഇവിടെ അടുത്ത വില്ലേജൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് 2 വില്ലേജറിനെ കൊണ്ട് കൊണ്ടുവരണം, അതാണ് ബുദ്ധിമുട്ട്. നമ്മളെ വീട് എടുക്കുന്നത് ഏകദേശം നല്ല ഹൈറ്റിലാണ്. ഒരു 10-100 ബ്ലോക്കെങ്കിലും ഉണ്ടാവും മേലേക്ക്. അപ്പോൾ ബോട്ട് വെച്ച് കൊണ്ടുവരാന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ ഇതിൽ ഹാപ്പി കാസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് വെച്ച് കൊണ്ടുവരാന്ന് വെച്ച് ഒന്ന് കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഹാപ്പി കാസ്റ്റിനെ വെച്ചിട്ട് കൊണ്ടുവരാന്ന് വെച്ച് ഞാൻ സുധി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാവുമല്ലോ. അപ്പോൾ ആളിൽ ഞാൻ കണ്ട് വളരെ പുതിയൊരു എക്സ്പ്ലോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുധി ഹാപ്പി കാസ്റ്റ് വെച്ചിട്ടാണ് വില്ലേജേഴ്സിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ തന്നെ കൊണ്ടുവരാന്ന് വെച്ച്. നെതറിൽ ഞാൻ അതിൽ കയറിയിട്ടില്ല, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയില്ല. തൽക്കാലം ആർമർക്ക് ഓടിച്ചിട്ട് പോവാം. പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മളത് ഉണ്ടാക്കാൻ അയണൊക്കെ ഉണ്ട്, എന്നാലൊരു ഭയം. ഓക്കെ, നമുക്ക് ആർമറൊക്കെ ഒരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെതറി കയറി വെക്കാം. എന്തോ ബസാൾട്ട് ഇട്ടാണ്ടിരുന്നാൽ മതി. എന്തത് സ്ഥലം? ഏതോ കേവിൻ്റെ ഉള്ളിലാണ് തന്നെ സ്പോണുള്ളത്. ഇവിടുന്ന് എന്താണ് സ്ഥലത്തിൻ്റെ പേര്? എന്താ അവിടെ മറ്റേ സ്ഥലത്ത് പോയാലോ മറ്റേ നമുക്ക് ഹാപ്പി കാസിന് കിട്ടുക. ഞങ്ങളൊന്ന് കറങ്ങി നോക്കട്ടെ. എന്ത് ഞാൻ ആ സ്ഥലം കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ കറങ്ങി എടുക്കാൻ എത്തിയ നോക്കട്ടെ. അത് നടക്കൂല കേട്ടോ. ഇന്നിപ്പോൾ തന്നെ മെമ്മ ക്യൂബ് ഉണ്ട്. നമ്മൾ ഏതൊരു കേവിൻ്റെ ഉള്ളിലാണ് സ്പോണായത്. അപ്പോൾ ഇനി ആകെയുള്ളൊരു വഴി വെച്ചാൽ ഇതുപോലെ ബ്രിഡ്ജില്ലേ, അത് അങ്ങോട്ട് ഉണ്ടാക്കാം. എന്നിട്ട് അതിൽ കൂടെ ബോട്ടിൽ കൂടെ വലിച്ചിട്ട് വില്ലേജേഴ്സിനെ കൊണ്ടുവരാം.
അത് ഇത്തിരി ടാസ്ക്കുള്ള പണിയാണ്. നല്ല സമയം എടുക്കും. ഇതാ ഇവിടുന്ന് അവിടം വരെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ നല്ല പണിയുണ്ട്. ഉണ്ടാക്കുമ്പോൾ വൃത്തി ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കുക തന്നെ മറ്റേ ബ്രിക്ക് വെച്ചിട്ടാണ്, സ്റ്റോൺ ബ്രിക്ക്. കുറേ കോബിൾ സ്റ്റോണ് മൈൻ ചെയ്യണം, പിന്നെ അതിനെ ഫർണസിട്ട് ഉരുക്കണം, കുറേ പണിയുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചെയ്തിട്ടേ അപ്ഡേറ്റ് ചെയ്യാൻ നല്ലത്. ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാനേ എന്താ വരും. ഓക്കെ, കുറേ സമയം എടുത്തു. ഈ ചെസ്റ്റ് കണ്ട, ഇതുണ്ടാക്കുന്ന സാധനം തേയൊന്നും അറിയില്ല, എന്നാലും നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന മൊത്തം ഒന്നും ടൈം ലാപ്സൊക്കെ ഇടില്ല, കുറച്ച് മാത്രമേ ടൈം ലാപ്സ് ഇടുള്ളൂ. ബാക്കി ഞാൻ ഉണ്ടാക്കുക ഓഫ് ക്യാമറ, അങ്ങനെയാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന മൊത്തം ടൈം ലാപ്സ് ഇട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. കുറച്ചൊക്കെ ഇടാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ടൈം ലാപ്സിൽ അധികമൊന്നും വന്നില്ല എന്ന് തോന്നുന്നു. ചെറിയൊരു ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മളിപ്പോൾ പാല മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പാലം കണ്ടില്ലേ, അടിപൊളി. ഇങ്ങനെ കാണുമ്പോൾ നടക്കണം തോന്നണില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ പാലം. സൈഡിൽ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും. ഞാൻ ഉണ്ടാക്കിയെന്ന് പറയുകയില്ല. ഓക്കെ, നമുക്ക് അടുത്ത പണിയെന്ന് വെച്ചാൽ വില്ലേജേഴ്സിനെ കൊണ്ടുവരണം. അത് ആദ്യം നമുക്കൊരു ബോട്ട് ഉണ്ടാക്കാം. ഇൻവെൻ്ററിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള പാലം കൂടി ഉണ്ടാക്കണം. അത് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ എനിക്കൊരു പേര് പറയട്ടാ. ഇല്ലല്ലോ, നേരത്തെ റിസോഴ്സ് കളക്ട് ചെയ്തില്ല, അതൊന്നും തേയൊന്നുമില്ല. വീണ്ടും മൈനിങ്ങിന് വേണ്ടി വന്നിട്ടാ. അയ്യോ, അത് ഞാൻ സ്റ്റോൺ പിക്കാക്സ് ചെയ്ത് പോയത്. അയാണെങ്കിൽ അത് അധികം ഇല്ല. ഇപ്പോൾ നമ്മുടെ വില്ലേജേഴ്സിനൊന്ന് ഒപ്പിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ കാണുന്നില്ല. നമുക്ക് ലൈറ്റ് ചെയ്യണം. അത് ഞാനൊക്കെ സേവ് എനിക്ക് വരാം. അയ്യോ, അവിടെ നിൽക്കറ. ഇതാണ് പ്രാന്ത് ഒന്നാരെ കൊണ്ട്. എന്താണ് എൻ്റെ എന്താ പറ്റിയേ? ഞാനെന്താ വരുന്നേ. അപ്പോൾ ഗൈസ്, നമ്മൾ വില്ലേജസിനെ കൊണ്ട് ഇപ്പോൾ ഇതിൽ 3 ആളുണ്ട് കേട്ടോ. ഞാൻ ഒരാളൊക്കെ കൊണ്ടുവന്നപ്പോൾ ആ ബോട്ടിൽ 2 ആൾ കയറി. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ കൊണ്ടുവന്ന 2 ആൾക്കും വർക്ക് സ്റ്റേഷൻ ഉണ്ട്. അവിടുത്തെ എല്ലാ വർക്ക് സ്റ്റേഷനും പൊട്ടിച്ചത്. പിന്നെ ഞാൻ ആലോചിക്കണത്, ഇന്ത്യയിൽ സ്മോക്കർ മാത്രമുള്ളൂ, വേറെ ഇതൊന്നുമില്ല. എന്തെങ്കിലും ആവട്ടെ, പുതിയ വർക്ക് സ്റ്റേഷൻ കൊടുത്തല്ലോ.
അയൺ ഫാം അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കൊന്ന് വയ്യ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ അയൺ ഫാം ഉണ്ടാക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് കംപ്ലീറ്റ് ആക്കും. ഇതിലേതെങ്കിലുമാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എത്തുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.